നമ്മൾ വിചാരിക്കാത്ത ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒരു സന്തോഷമില്ലേ, ആ സന്തോഷത്തിലാണ് ഞാനിപ്പം. ഞാൻ കുഴിപ്പള്ളിയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാണ്. എൻ്റെ ലിസ്റ്റിലില്ലാത്തൊരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. എനിക്ക് ചാവക്കാട് പിന്നെ കോഴിക്കോട് ഉണ്ടെന്നറിയാം, പക്ഷേ കുഴിപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലം പോലും എനിക്കറിയില്ലായിരുന്നു. ചേറായി ബീച്ചിനടുത്താണ് കുഴിപ്പള്ളി വരുന്നത്. ചേറായി ബീച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ കുഴിപ്പള്ളി ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ കുഴിപ്പള്ളി സ്ഥലമോ അവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജോ എനിക്കറിയില്ലായിരുന്നു. ഇത് അവിടെ എത്തിപ്പെട്ട അസല് എന്താ പറയുക, ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണിത്. ഇനി ഇതിലേക്ക് എത്തിയത് ഞാൻ പറയാം. ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് 14 പള്ളി വിസിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ലാസ്റ്റ് എത്തിയ സ്ഥലമായിരുന്നു ഈ കുഴിപ്പള്ളി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാനുള്ള സമയം 6:45 വരെയാണ്. ഞങ്ങളവിടെ എത്തിയത് 6:30ക്കാണ്. ഒരാൾക്ക് 120 രൂപ കേട്ടോ. അപ്പോൾ ഞാൻ 6:35 അതിൽ കയറിയത്. അവിടെ എത്തി ചാടി പിടിച്ച് ടൈം ആയോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. വന്നാൽ ഒരു ടിക്കറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ തന്നെ കയറി. നല്ല പേടിയുണ്ടായിരുന്നു. കാല് സൈഡിലൊന്നും പിടിക്കാൻ പറ്റത്തില്ല, മറിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. കാലകത്തി വെച്ച് ഒരു ബാലൻസ് ചെയ്ത് അങ്ങോട്ട് പോയാൽ മതി. പിന്നെ ഞാൻ കണ്ട എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കൂടുതൽ. അത് കാരണം പേടിക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല. സേഫ്റ്റി മെഷേഴ്സൊക്കെ ഇട്ടിട്ടാണോ വിടുന്നത്. പിന്നെ അവിടെ സേഫ് ഗാർഡുകളുണ്ട്. അത് കാരണം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് പോയി. ഇനി നമ്മൾ ചാവക്കാടോ അല്ലെങ്കിൽ കോഴിക്കോടൊന്നും പോയിട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കയറുമൊന്നും നടക്കുന്ന കാര്യമൊന്നും ആവത്തില്ല. കിട്ടിയ ചാൻസ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യാം. അവർ നടക്കുന്നുണ്ടോ കാലകത്തി വെച്ച് അങ്ങനെ ഒരു ബാലൻസിങ് ചെയ്ത് പോയാൽ മതി. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അംഗം വിട്ട് കഴിഞ്ഞ് നല്ല ക്ഷീണമായി. അപ്പോൾ ഞങ്ങൾ ബജി കഴിക്കാനിരുന്നു. കൂടെ വാവയായിട്ട് കത്തി വെച്ചു. അപ്പോൾ നിങ്ങളും ഇതുപോലെ 14 പള്ളി കണ്ടിറങ്ങിയെന്ന് വിചാരിക്കണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. പള്ളിയുടെ പേരോ സ്ഥലങ്ങളോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.